Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചട്ടിപ്പത്തിരിയുടെ ടേസ്റ്റിലുള്ള എന്നാൽ ചട്ടിപ്പത്തിരി അല്ലാത്ത മറ്റൊരു ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് മധുരത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 150 ഗ്രാം പാസ്ത ഇട്ട് കൊടുക്കാം. ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മക്രോണിയോ അതല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ളതോ ഇതുപോലെ സ്പൈറലായിട്ടുള്ളതോ ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂണോ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി തിളച്ച് വെന്ത് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഊറ്റി കഴിഞ്ഞാൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിനകത്തേക്ക് ഒരു 6 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. സാധാരണ വലുപ്പത്തിലുള്ള എഗ്ഗാണ്. ഇതിനകത്തേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോർമൽ മധുരമാണ് ഉണ്ടാവുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള പാസ്തയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ചുവ വരും, അതില്ലാതിരിക്കാനാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാസ്ത എഗ്ഗും നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 kg ആണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ കുറച്ച് കസ്കസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നോമ്പിലേക്കുള്ള കസ്കസ് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് ഇതിൽ സ്പെഷ്യൽ റോസ്റ്റ് ചെയ്യാതിരുന്നത്. നിങ്ങൾ കസ്കസ് ചേർക്കുമ്പോൾ അത് റോസ്റ്റ് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നെയ്യ് ഒഴിക്കുന്നതിന് മുൻപായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മതി ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്യൽ. ഇനി നമ്മൾ ഇത് കോരിയെടുത്ത പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള കസ്കസ് കുറച്ച് ഒരു 2-3 ടീസ്പൂൺ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും അത് കുറച്ചുകൂടെ നിരത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നിറയെ കസ്കസും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിറയെ വെച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, കസ്കസ് നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ആദ്യം കസ്കസ് റോസ്റ്റ് ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നിറയെ വെച്ച് കൊടുക്കുക. നമ്മൾ ചട്ടിപ്പത്തിരിക്ക് വെക്കുന്ന അതേപോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി 6 kg അല്ല ഡാൽഡ മതിയെങ്കിൽ ഡാൽഡ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നെയ്യ് സാധാരണ ഏതെങ്കിലും ഒരു ഫ്ലേവർലെസ് ഓയിൽ ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ 25 മിനിറ്റ് അടിയിലൊരു പാത്രം വെച്ചിട്ട് കുക്കാക്കി എടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈ പാനിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചങ്ങാണ്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മുകൾ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അത്രയും സമയം മതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അടിയിൽ പാത്രം വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തതും ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിത് ലോ ഫ്ലെയിമിൽ മുകൾ ഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, അതുപോലെ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂടോട് കൂടി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ഇതിന് പിരിശത്തിൻ്റെ പോള എന്നുള്ള പേര് ഞാൻ കൊടുത്തതാണ്. ഇതിന് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്ത് അറിയിക്കുക.
നിങ്ങൾ എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിക്കുന്ന ചേരുവകൾ മാത്രം മതി. നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിൽ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.